ആചാര്യന് തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഈ അടുത്ത നാളുകളിൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ ചിലർ പറയുന്ന ചില തെറ്റിദ്ധാരണാജനകമായിട്ടുള്ള ചില പ്രസ്താവനകൾ ഒരു ആശയക്കുഴപ്പം ചിലരിലെങ്കിലും സൃഷ്ടിക്കാൻ അത്തരം പ്രസ്താവനകൾ കാരണമാകുന്നുണ്ട്. അതായത് ഞാൻ പറഞ്ഞതുപോലെ രോഗികളോടും പാവങ്ങളോടും യാതൊരു കരുണയും ഇല്ലാത്ത, ദുരിതമുഖത്ത് ദുരിതം അനുഭവിക്കുന്നവരോട് മുഖം തിരിക്കുന്ന ഒരു ക്രൂരമായിട്ടുള്ള ഒരു മനോഭാവം വെച്ച് പുലർത്തുന്ന ഒരു പ്രസ്ഥാനമാണ് കത്തോലിക്ക സഭ എന്ന് വരുത്തി തീർക്കുവാനുള്ള ഒരു വ്യഗ്രത ചില കോണുകളിൽ നിന്നും ഈ അടുത്ത നാളുകളിൽ ഉയരുന്നുണ്ട്. ആദ്യമേ തന്നെ അതിനുള്ള ഒരു മറുപടി. ജോർജി, ഈ കാലഘട്ടത്തിൽ വളരെ പ്രബലമാവുന്ന ഒരു ചിന്ത, അത് ജോർജ് സൂചിപ്പിച്ചതുപോലെ ഒരാശയക്കുഴപ്പം സൃഷ്ടിക്കുന്ന ഒരു ചിന്ത, അത് ഈ സഭയുടെ എല്ലാ നന്മകളെയും പരമാവധി തമസ്കരിച്ച് കളഞ്ഞ് സഭയുടെ കൂട്ടായ്മയിൽ നിന്ന് ആളുകളെ ചിതറിക്കാൻ പ്രേരിപ്പിക്കുന്ന രീതിയിലുള്ള ചിന്തകളാണ്. അതിൽ ഇന്ന് പ്രബലമാവുന്ന ഒരു ചിന്തയാണ്, സഭ നമുക്ക് അനാവശ്യമായ ഒരു കാര്യമാണ്, ഈശോ മിശിഹ മതി. അപ്പോൾ ആ ഒരു ചിന്ത എന്ന് പറയുന്നത് ഇതൊരു മാനുഷികമായ ചട്ടക്കൂടാണ്. അപ്പോൾ മനുഷ്യരെ, ആളുകളെ, വിശ്വാസികളെ ദൈവം ഒരുക്കിയിരിക്കുന്ന തിരുസഭ എന്ന് പറയുന്ന രക്ഷയുടെ ഒരു സംവിധാനത്തിൽ നിന്ന് വെളിയിൽ കടക്കാൻ പ്രേരിപ്പിക്കുകയോ പ്രലോഭിപ്പിക്കുകയോ ചെയ്യുന്ന ധാരാളം ചിന്താഗതികൾ ഇന്നുണ്ട്. അതിൽ വളരെ പ്രകടമായിട്ടുള്ള അല്ലെങ്കിൽ പ്രബലമായി കാലഘട്ടത്തിലെ ഒരു ചിന്താഗതി, ഒരുപക്ഷെ ബോധപൂർവം ആശയക്കുഴപ്പം സൃഷ്ടിക്കാനായിട്ട് ചില ആളുകൾ ഒരാവശ്യമില്ലാതെ പറയുന്നതും പ്രചരിപ്പിക്കുന്നതുമാവാം. ചിലപ്പോൾ ചില ആളുകൾ അവരുടെ അറിവില്ലായ്മയിൽ നിന്ന് പറയുന്നതാവാം. എന്താണെങ്കിലും ആ ഒരു ചിന്താഗതി ജോർജ് സൂചിപ്പിച്ചതുപോലെ ഈ കത്തോലിക്ക സഭ എന്ന് പറയുന്നത് ദരിദ്രനോട്, പാവപ്പെട്ടവനോട് യാതൊരു ആർദ്രതയും ഇല്ലാതെ മുഖം തിരിച്ചു നിൽക്കുന്ന, അവർക്കെതിരെ മുഖം തിരിച്ചു നിൽക്കുന്ന ഒരു സംവിധാനമാണ് എന്നുള്ള ചിന്ത. ജോർജ്, ഇനി വളരെ കൃത്യമായിട്ട് പറഞ്ഞാൽ ഈ ഒരു കാര്യം പലപ്പോഴും പുറമെ പറയുന്നത് സഭയുടെ ആനുകൂല്യങ്ങളും സഭയുടെ എല്ലാ സൗകര്യങ്ങളും അനുഭവിച്ചവരും ഉണ്ടെന്നുള്ളത് വേറൊരു യാഥാർത്ഥ്യമാണ്. അങ്ങനെയുള്ള ആളുകളെ നിരവധി ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ചിന്ത വളരെ ബോധപൂർവം ചില ആളുകൾ പ്രചരിപ്പിക്കുകയും ഒരാശയക്കുഴപ്പം സൃഷ്ടിക്കുകയും ചെയ്യുന്നുണ്ട്. യഥാർത്ഥത്തിൽ സഭയ്ക്ക് ദരിദ്രനോടുള്ള കടമ എന്താണ്? സഭയുടെ രണ്ട് തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് ജോർജിയുള്ളൂ. ഒന്നാമത്തെ പ്രവർത്തനം സുവിശേഷം പ്രസംഗിക്കുക എന്നുള്ളതാണ്. ലോകത്തോട് മാനസാന്തരപ്പെടാൻ പറയാൻ വേണ്ടിയിട്ടാണ് നസറായന ഈശോ തിരുസഭയെ സ്ഥാപിച്ചത്. അതാണ് സഭ എല്ലാ കാലത്തും ചെയ്യേണ്ട ഏറ്റവും പ്രഥമമായ പ്രവൃത്തി എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് പൗലോസ് ശ്ലീഹ പറയുന്നത്, ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നില്ലെങ്കിൽ എനിക്ക് ദുരിതം. അത് പറയുന്ന പൗലോസ് ആരാണ്? ദരിദ്രന്റെ അപകാരത്തിൽ ശ്രദ്ധ വേണമെന്ന് പറഞ്ഞ് സാക്ഷാൽ ശിഷ്യപ്രമുഖനായ പത്രോസിന് കൈകൊടുത്ത് ജെറൂസലേം സൂനഹദോസ് കഴിഞ്ഞ് വിജാതീയരുടെ പ്രേക്ഷിത മേഖലകളിലേക്ക് ഇറങ്ങുന്ന പൗലോസാണ് പറയുന്നത്, ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നില്ലെങ്കിൽ. ആരെയാണ് പ്രസംഗിക്കുന്നത്? കുരിശിൽ മരിച്ച് ഉയർത്തെഴുന്നേറ്റ നസറായന ഈശോയാണ്. ഈ ഒരു പ്രസംഗം, കുരിശിൽ മരിച്ച് ഉദ്ധാനം ചെയ്ത യേശു ക്രിസ്തുവിനെ പ്രസംഗിക്കുക എന്നുള്ളതാണ് ജോർജ് സഭയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കടമ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ആ കടമ നിർവഹിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. വിശ്വാസികൾ ഒരു കാലത്തും അതിൽ ആശയക്കുഴപ്പം ഉണ്ടാകാൻ പാടില്ല. ബൈബിൾ പ്രചരിപ്പിക്കുന്നത്, സുവിശേഷ പ്രസംഗങ്ങൾ നടത്തുന്നത്, മാധ്യമ ശുശ്രൂഷകൾ, ഈ കാലത്തിന്റെ അനുയോജ്യമായ മാധ്യമ ശുശ്രൂഷകൾ നടത്തുന്നത്, അത് സുവിശേഷം പങ്കുവയ്ക്കുന്ന, പ്രസംഗിക്കുന്ന വേദികളാണെങ്കിൽ അത് നമ്മുടെ ആദ്യത്തെ കടമയാണ്. അതല്ല ഈശോ പറഞ്ഞത്, നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പറയണം. ഇനി രണ്ടാമത്തെ ഒരു കടമയാണ്. ആ കടമയിൽ സഭ സുവിശേഷം പറയുമ്പോൾ പല ആളുകൾക്കും തോന്നും ഇത് അനാവശ്യമാണല്ലോ, ആ പൈസയും കൂടെ എടുത്ത് നമുക്ക് ആളുകൾക്ക് വീതിച്ചു കൊടുത്താൽ പോരെ, അല്ലേ? അതിന് ഞാനിത് കേൾക്കുമ്പോ എന്റെ മനസ്സിൽ വരുന്നത്, പണ്ട് 2000 വർഷം മുമ്പ് ഈശോയുടെ കാലിൽ ഒരു സ്ത്രീ വന്ന്, ബഥാനിയയിലെ മറിയമാണ്, യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായത്തിൽ വന്ന് 300 ധനാറ വിലയുള്ള നാർദീൻ സുഗന്ധതയില ഒഴിക്കും. അപ്പൊ ഒരു പുള്ളി അത് കണ്ടു പറയുന്ന ഒരു വാചകം ഉണ്ടല്ലോ, ഇത് അനാവശ്യമായ ചെലവാണ്, ഈ പണം വിറ്റ് ദരിദ്രർക്ക് കൊടുത്താൽ അത്ര ആളുകളെ രക്ഷപ്പെടത്തില്ലേ? അനീശ പറഞ്ഞൊരു വാചകമുണ്ട്, ദരിദ്രർ എന്നും നിങ്ങളോട് കൂടെ ഉണ്ടല്ലോ, എനിക്ക് വേണ്ടി ചെയ്തത് അതിൽ നിന്ന് അവളെ തടയരുത്. അപ്പോൾ ദരിദ്രർ ലോകാവസാനം വരെ നമ്മുടെ കൂടെയുണ്ട്, അവരെ സഭയുടെ സൂക്ഷ്യത്തിന് കർത്താവ് ഏൽപ്പിച്ചിട്ടുണ്ട്. അതിന്റെ അർത്ഥം അവന്റെ നാമം പ്രഘോഷിക്കുന്നതും അവനെ ആരാധിക്കുന്നതിനുമായ കാര്യങ്ങളിൽ ഉപേക്ഷ വരുത്തണമെന്നല്ല. അതുകൊണ്ട് സഭയുടെ സുവിശേഷ പ്രസംഗങ്ങൾ അനാവശ്യമാണെന്ന് ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ അവരിൽ ഭരിക്കുന്നത്
ഇത് വിറ്റ് ദരിദ്രർക്ക് കൊടുത്താൽ പോരെ എന്ന് ചിന്തിക്കുന്ന അതേ അരൂപിയും യുക്തിയും